ഇതുവരെ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ധാരാളം പേർ ഓരോ ദിവസവും വാട്സപ്പ് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർ ടെലിഗ്രാമിൽ ചേക്കേറുന്നു, മറ്റു ചിലർ സിഗ്നൽ എന്ന ആപ്ലിക്കേഷനിലേക്ക്. 2021 ഫെബ്രുവരി 8 വാട്സപ്പിൻ്റെ പുതുക്കിയ സ്വകാര്യതാ നയം സ്വീകരിക്കാത്തവർക്ക് ആപ്ലിക്കേഷൻ തുടർന്ന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന അറിയിപ്പ് വന്നതോടെയാണ് ആളുകൾ വാട്സപ്പ് ഉപേക്ഷിക്കുന്നത്. ഫെബ്രുവരി 8 എന്നത് വാട്സപ്പിൻ്റെ ജന്മദിനം കൂടെയാണ്. പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണ് പുതിയ നയം? അത് എങ്ങനെ എന്നെ ബാധിക്കും? തുടക്കത്തിൽ തന്നെ പറയട്ടെ, വാട്സപ്പിൻ്റെ പുതുക്കിയ നയം കൊണ്ടുണ്ടായിട്ടുള്ളൊരു വലിയ പ്രയോജനം ഡാറ്റ പ്രൈവസി, വ്യക്തികളുടെ സ്വകാര്യത എന്നിവ ഒരു ചർച്ചാ വിഷയമായി മാറി എന്നതാണ്. ഒരല്പം ചരിത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. 2009 വാട്സപ്പ് ആരംഭിക്കുന്നത്. ബ്രയാൻ ആക്ടൺ, ജാൻ കോബും എന്നിവരായിരുന്നു സ്ഥാപകർ. വളരെ ലളിതമായ ഐഫോണിൽ പ്രവർത്തിക്കുന്ന ഒരു ആപ്പായാണ് ആദ്യം വാട്സപ്പ് പുറത്തിറങ്ങിയത്. പിന്നീട് പുതിയ ഫീച്ചറുകൾ വന്നു. 2014 ആയതോടെ 400 മില്യണിലധികം ഉപഭോക്താക്കൾ തങ്ങൾക്കുണ്ടെന്ന് വാട്സപ്പ് അവകാശപ്പെട്ടിരുന്നു. ഈ വർഷമാണ് ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുക്കുന്നത്. $19 ബില്യൺ ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുത്തത്. ഓർക്കുക, കാര്യമായ എന്തെങ്കിലും വരുമാനമുണ്ടാക്കിയിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നില്ല അക്കാലത്ത് വാട്സപ്പ്. വാട്സപ്പിനെ ഏറ്റെടുത്ത കാലത്ത് ഫേസ്ബുക്ക് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: വാട്സപ്പിലെ ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫേസ്ബുക്കുമായി പങ്കുവെക്കില്ല എന്നത്. എന്നാൽ വലിയ ഒച്ചപ്പാടുകൾ ഒന്നുമില്ലാതെ വാട്സപ്പ് വിവരങ്ങളുടെ പങ്കുവെക്കൽ ആരംഭിച്ചു. 2016 ഫേസ്ബുക്കുമായി തങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് അക്കാര്യം വ്യക്തമാക്കാൻ വാട്സപ്പ് അവസരം നൽകി. ഓർക്കുക, ഈ അവകാശം 2016 കാലഘട്ടത്തിന് മുമ്പ് വാട്സപ്പ് അക്കൗണ്ട് എടുത്തവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. പുതിയ അക്കൗണ്ട് ഉടമകൾക്കല്ല എന്നർത്ഥം. ഇങ്ങനെ താൽപ്പര്യമില്ലാത്തവരെ ഒഴിവാക്കി വാട്സപ്പ് തങ്ങളുടെ കയ്യിലുള്ള വിവരം ഫേസ്ബുക്കുമായി പങ്കുവെക്കാൻ തുടങ്ങി. എന്നാൽ 2017 സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിൽ ഫേസ്ബുക്ക് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാണിച്ചുകൊണ്ട് യൂറോപ്യൻ കമ്മീഷൻ ഫേസ്ബുക്കിന് €110 മില്യൺ പിഴയിടുകയുണ്ടായി. ഇനി പറയാം, വാട്സപ്പ് എന്താണ് ഫെബ്രുവരി 8 ശേഷം ചെയ്യാൻ പോകുന്നത്? വാട്സപ്പിൻ്റെ കയ്യിലുള്ള ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പേരന്റ് കമ്പനിയുമായി, അതായത് ഫേസ്ബുക്കുമായി പങ്കുവെക്കും. യൂറോപ്യൻ യൂണിയനിൽ ഒഴികെയുള്ള ഉപഭോക്താക്കൾ ഇക്കാര്യത്തിൽ സമ്മതം അറിയിക്കണം, അല്ലെങ്കിൽ വാട്സപ്പ് ഉപേക്ഷിക്കണം. എന്താണ് വാട്സപ്പ് ഫേസ്ബുക്കുമായി പങ്കുവെക്കുന്നത്? നിങ്ങളുടെ മെസ്സേജുകളോ ഫോട്ടോയോ ഒന്നുമല്ല. ഒരുപക്ഷെ അതിലും വില കൂടിയ കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫോൺ നമ്പർ, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ, മറ്റു ട്രാൻസാക്ഷനുകൾ, അങ്ങനെ പലതും. ഫേസ്ബുക്ക് ഈ ഇൻഫർമേഷൻ, ഈ ഡാറ്റ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. മറ്റു പാർട്ടികളുമായി വേണമെങ്കിൽ ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാം. യൂറോപ്യൻ യൂണിയനിൽ പക്ഷേ വാട്സപ്പിന് GDPR നിയമപ്രകാരം ആളുകളുടെ സ്വകാര്യത ലംഘിക്കാൻ കഴിയില്ല. സർവീസ് അവസാനിപ്പിക്കുക എന്നതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല യൂറോപ്യൻ യൂണിയനിൽ. ഇനിയൊരു ചോദ്യം: ഫേസ്ബുക്ക് എന്തിനാണ് ഉപഭോക്താക്കളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഒരു കാര്യം അറിയുക, ഇക്കാലത്ത് ഏറ്റവും അമൂല്യമായ സമ്പത്ത് ഡാറ്റയാണ്. ഒരു കാര്യവുമില്ലാതെ അല്ലല്ലോ ബില്യൺ കണക്കിന് ഡോളർ കൊടുത്ത് വാട്സപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുത്തത്. വാട്സപ്പ് ഉപേക്ഷിക്കണോ? ഇതൊരു ചോദ്യമാണ്. ഇത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ടതാണ്. നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഇനി ഒരു സ്ഥാനവുമില്ല എന്ന് ഒരു സേവനദാതാവ് പറയുമ്പോൾ, എങ്കിൽ നിങ്ങളുടെ സർവീസിന് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലെന്ന് തിരിച്ചും പറയാം. വേണമെങ്കിൽ നമുക്ക്. ഇനി വാട്സപ്പ് ഒരിക്കലും ഒരു അവസാന വാക്കല്ലല്ലോ. എന്നാൽ ഗൂഗിളിൻ്റെ ഇമെയിൽ ഉപയോഗിക്കുന്ന, സ്വകാര്യതയ്ക്ക് വലിയ സ്ഥാനമില്ലാത്ത മറ്റ് പല സർവീസുകളും ഉപയോഗിക്കുന്ന അതുപോലെ വേണമെങ്കിൽ വാട്സപ്പിനോട് നമുക്ക് രാജിയാവാം. വാട്സപ്പിന് പകരം ഉയർന്നു വന്നിട്ടുള്ള സർവീസുകളാണ് സിഗ്നലും ടെലിഗ്രാമും അതുപോലെ മറ്റ് സർവീസുകളും. സിഗ്നലിൻ്റെ സ്ഥാപകൻ വാട്സപ്പിൻ്റെ സ്ഥാപകനായ ബ്രയാൻ ആക്ടൺ ആണ്. താല്പര്യമുള്ളവർക്ക് ഈ സർവീസുകൾ പരീക്ഷിക്കാം. സിഗ്നൽ ഒരു ഓപ്പൺ സോഴ്സാണ്. അതായത് സിഗ്നലിൻ്റെ സോഫ്റ്റ്വെയർ കോഡ് ആർക്കും പരിശോധിക്കാം, നമുക്കെല്ലാവർക്കും. ഫേസ്ബുക്ക് ചെയ്തതുപോലെ പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഒരു കാര്യം കൂടി അറിയുക, വാട്സപ്പ് മാത്രമല്ല വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഗൂഗിൾ ഉൾപ്പെടെ ഇത് ചെയ്യുന്നുണ്ട്.
വാട്സപ്പ് ഇപ്പോൾ വിവരങ്ങൾ ഫേസ്ബുക്കുമായി പങ്കുവെക്കുന്നു എന്ന കാര്യം പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുകയും ആളുകളെ അക്കാര്യം അറിയിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒടുവിലായി, ഏതായാലും ഒരു നല്ല തിരഞ്ഞെടുപ്പിനും സ്വകാര്യതയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടും എന്ന് കരുതിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.